Hi friends. അപ്പോൾ നാളെ മുതൽ നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് ഡേയുടെ എക്സസൈസ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റ് ലോസ് ജേർണിയിൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ എത്ര വെയിറ്റ് ഉണ്ട്, നമ്മുടെ എല്ലാ ഫാറ്റ് എത്ര ഉണ്ടെന്നെല്ലാം അത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളൊന്ന് വെയിറ്റ് മെഷർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ടൈറ്റുള്ള ഡ്രസ്സ്, ഇതേപോലത്തെ ലൂസ് ഡ്രസ്സ് ആകുമ്പോൾ നിങ്ങളുടെ ബൾക്ക് എവിടെയുള്ളതെന്നൊന്നും അറിയില്ല, കുറച്ച് ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റ് ഡ്രസ്സോ അല്ലെങ്കിൽ കുറച്ച് ഇന്നേഴ്സ് എന്താ പറയുക പെറ്റിക്കോട്ട് അങ്ങനത്തെ ബനിയൻസ് ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് ഫ്രണ്ടിൽ നിന്ന് സൈഡ് വ്യൂ ഇതാ ഈ ബൾക്കൊക്കെ എത്ര ഉണ്ട്, അതിൽ ചേഞ്ചസ് വന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇത്, പിന്നെ ആരെങ്കിലും വെച്ചിട്ട് ബാക്ക് വ്യൂ, ഈ 3 വ്യൂ ഉള്ള ഫോട്ടോസ് എടുത്തു വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും 1 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന്. ഫസ്റ്റത്തെ കാര്യം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം. ഫുഡ് ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്ത് ഡയറ്റ് എടുക്കണം എന്താണ് എന്നൊക്കെ. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ഡയറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേതെങ്കിലും ഫോളോ ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ്, ഇപ്പോൾ ഡയറ്റ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ളവരാണെന്ന് വെച്ചെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. ഷുഗർ, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അരിഭക്ഷണമൊക്കെ കുറയ്ക്കുക, ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു നേരം കഴിക്കുക, ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യരുത്. അത് നമ്മളിപ്പോൾ വൈറ്റ് റൈസ് കഴിക്കുന്നൊരു ബ്രൗൺ റൈസ് ആക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സ്വീറ്റ്സ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാം. മധുരം മാക്സിമം അവോയ്ഡ് ചെയ്തോളൂ. ഈ ഒരു മാസം പ്ലീസ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുക, കുറച്ചൊന്ന് ഇതാക്കിയാൽ മതി. പിന്നെ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക, വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇതാവും. ഇതിൻ്റെ കൂടെ തന്നെ വേറെ എന്താ ഇത്രയും, പിന്നെ സോഡ ഐറ്റംസ് ഇല്ലേ, സോഡ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കൂൾ ഡ്രിങ്ക്സ്, 7up, കൊക്കക്കോള, പെപ്സീസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ എല്ലാം ഫുള്ളായിട്ട് ഒഴിവാക്കുക. കാരണം ഒരുപാട് മധുരമുള്ളതാണ്, അപ്പം അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ് ഫുള്ളായിട്ട് ഒഴിവാക്കുക. മൈദയിൽ തുടങ്ങിയിട്ടുള്ള പൊറോട്ട, മൈദ, ചപ്പാത്തിയല്ല മൈദയിൽ തുടങ്ങി ബേക്കറിയിലത്തെ എല്ലാ ഐറ്റംസും ഒഴിവാക്കുക. ഐസ്ക്രീം, ചോക്ലേറ്റ് പ്ലീസ് 1 മാസത്തേക്ക് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ആണ്. എക്സസൈസിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോസിൽ എല്ലാത്തിലും ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൽ 30 മിനിറ്റ് വർക്കൗട്ട് ഇടുന്നുണ്ടാവും. 30 മിനിറ്റ് മിനിമം ഇടുന്നത്. അപ്പോൾ ഒരുപാട് വർക്കൗട്ട് ഓൾറെഡി ചെയ്യുന്നവർ, എൻ്റെ വർക്കൗട്ട്സും അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ വർക്കൗട്ട്സും അതിൻ്റെ കൂടെ ഇതും കൂടി ഇതാക്കുക. ഇനി ഞാൻ ഇപ്പോൾ ഈ ചലഞ്ചിൽ ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഒരു വർക്കൗട്ട്സും ചെയ്യാതെ ഇരിക്കുന്നവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. അല്ലെങ്കിൽ ഓൾറെഡി 45 മിനിറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നവരെ വെച്ചാൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോളൂ. അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യുക. ഇത് ചെയ്താൽ ശരിക്കും റിസൾട്ട് ഉണ്ടാകും. കാരണം നമ്മൾ ഓരോ ദിവസം ഓരോത്. അപ്പോൾ മൺഡേ ആബ്സിനാണെങ്കിൽ ട്യൂസ്ഡേ ഫുൾ ബോഡി വർക്കൗട്ട് ആവും, തേഴ്സ്ഡേ നമ്മൾ ലോവർ ലിംബ് ആയിരിക്കും, ലാസ്റ്റ് ഫ്രൈഡേ കൈയിനായിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. വീക്ക്ലി 1 ഡേ നമ്മൾ ഇതിന് ഓഫ് കൊടുത്തിട്ടുണ്ട്. വർക്കൗട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു ദിവസമുണ്ട്. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വർക്കൗട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വാട്ടർ. വെള്ളത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമുള്ള. അപ്പോൾ വെള്ളം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, കുടിക്കാൻ നോക്കുക. ഒരിക്കലും വെള്ളത്തിൻ്റെ ഇത് കുറയ്ക്കരുത്. ഒരു 20 കിലോ ഉള്ള ആൾക്ക് 1 ലിറ്റർ വെള്ളം, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർ 80 കിലോ ഉള്ള ആൾ 4 ലിറ്റർ വെള്ളം. വെയിറ്റ് ലോസിന് നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ കുടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ സ്കിന്നിനും ഹെയർ ലോസിനോ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഫോട്ടോ എടുക്കാൻ മറക്കരുത്. എന്നാലേ നമുക്ക് 1 മന്ത് കഴിഞ്ഞിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ എനിക്ക് ഷെയർ ചെയ്ത് തരണം കേട്ടോ. ഫസ്റ്റ് ഡേ ആയിട്ട് ഫോട്ടോസും നമ്മുടെ February 14th നിങ്ങൾക്ക് വന്നുള്ള മേക്ക് ഓവർ. ഓക്കെ, അപ്പോൾ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഡെയിലി ആയിട്ടോ ഏതെങ്കിലും ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വർക്കൗട്ട്, നിങ്ങൾക്ക് ഏത് പാർട്ടിലത്തെ വർക്കൗട്ടാണോ വേണ്ടത്, എഫക്റ്റ് കൂടുതലായി വേണ്ടതെന്ന് തോന്നുന്നത് അത് കൂടുതൽ ചെയ്യാം. ഓക്കെ, ഫുൾ ബോഡി വർക്കൗട്ട് തന്നെയാണ്, അല്ലാതെ ഒന്നും സ്പോട്ട് റിഡക്ഷൻ പോലെ എന്നല്ല, ഫുൾ ബോഡി എഫക്റ്റ് ഉള്ളത് തന്നെയാണ് ചെയ്യുന്നത്. സ്ട്രെച്ചിങ് ആരും മറക്കരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേയിലത്തെ വർക്കൗട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാനത് വീഡിയോ ഞാൻ ചെയ്തിട്ട് ജസ്റ്റ് എടുത്തിട്ട് എൻ്റെ ഫോണിൽ തന്നെ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളോ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്യും, ഞാൻ റിപ്ലൈ തരണ്ട്. ഓൾറെഡി കുറച്ച് മെസ്സേജസ് ഞാൻ റിപ്ലൈ ഇപ്പോൾ തന്നിട്ടില്ല. ഓക്കെ, ഞാൻ എല്ലാത്തിനും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സസൈസ് കണ്ടോളൂ, എല്ലാവരും ട്രൈ ചെയ്തോളൂ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് പെയിൻ ഉണ്ടാവും. പ്ലീസ് സ്റ്റോപ്പ് ചെയ്യരുത്. ആ പെയിനും എല്ലാതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലീസ് എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് എന്തായാലും 1 മന്ത് കൊണ്ട് ചേഞ്ച് ഉണ്ടായിരിക്കും, ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ എല്ലാവരും വർക്കൗട്ട് കാണും. ബൈ.
ഹായ് ഡിയർ, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്ലാങ്കായി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എക്സസൈസ് എത്ര ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തോ മിസ്റ്റേക്കുള്ള എനിക്ക് തോന്നി. 45 സെക്കൻഡ്സ് ആണ് ഓരോ എക്സസൈസ് ചെയ്യേണ്ടത്. ഓരോ എക്സസൈസ് ചെയ്തിട്ട് 30 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ എല്ലാ എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന എല്ലാ എക്സസൈസും ചെയ്തതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 4 സെറ്റ് എല്ലാ എക്സസൈസും ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ചലഞ്ച്. അപ്പോൾ എല്ലാവരും റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഫസ്റ്റ് ഡേ അത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2 സെറ്റ് നിർബന്ധം ചെയ്യും, 3ാമത്തെ സെറ്റെങ്കിലും ചെയ്തിരിക്കണം. 4 സെറ്റ് ചെയ്യുന്നത് ശരിക്കും എഫക്റ്റ് ആവും. കുറച്ച് റെസ്റ്റ് കൂടുതൽ എടുത്തിട്ടൊക്കെ ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമോ ഫുള്ളായിട്ട്. എക്സസൈസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടി എടുക്കാം. ഹായ്, ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് കൈ രണ്ടും ബട്ടക്സിൻ്റെ അടിയിൽ വയ്ക്കുക, കാല് നീട്ടി വയ്ക്കുക, എന്നിട്ട് കാല് പൊന്തിക്കുക. ലെഗ് റേസ്. ഇതൊരു 45 സെക്കൻഡ്സ് ചെയ്യണം. 45 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സസൈസും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാൻ വിട്ടുപോവുകയാണെങ്കിലും ശ്രദ്ധിക്കുക. എല്ലാ എക്സസൈസും 45 സെക്കൻഡ് ചെയ്തതിന് ശേഷം 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. മുട്ട് മടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാങ്ക്സിൻ്റെ പൊസിഷനിലേക്കാണ് പോകുന്നത്. കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്നിട്ട് കൈമുട്ട് കുത്ത്, കാലും കുത്ത്. പ്ലാങ്ക്സിൻ്റെ പൊസിഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബട്ടക്സിൻ്റെ ഏരിയ മാത്രം മുകളിലോട്ട് പൊന്തിക്കുന്നു. ഒരു വി ഷേപ്പ്, തിരിച്ചൊരു വി ഷേപ്പ് വരണം. ആ ഷേപ്പിൽ നിൽക്കുക, എന്നിട്ട് പ്ലാങ്ക്സിൻ്റെ പൊസിഷനിലോട്ട് വരിക. ഇതൊരു 45 സെക്കൻഡ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതിൽ ചെയ്യുമ്പോൾ ഇതും ഫുൾ ബോഡിയാണ്, അബ്ഡമനായിട്ടാണ് മെയിനായിട്ട് എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇത് 45 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക. ഇരുന്നിട്ട് കൈ രണ്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. അതേപോലെ കാല് നമ്മൾ ടൈറ്റ് ചെയ്ത് 2 കാലും ഒരുമിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സ്വിങ്, ഒരു ആടുന്നത് പോലെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒരേപോലെ നമ്മൾ ഇതാക്കുക. കൈയും കാലും ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് കാണുന്ന അത്ര എളുപ്പമല്ല, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നിങ്ങളത് ചെയ്യുക. 45 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫുൾ പ്ലാങ്ക്സ് പൊസിഷനിൽ നിൽക്കുക. എന്നിട്ട് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഇതാക്കുക, ചാടി വയ്ക്കുക. ആദ്യം 2 കാലം അകത്തി വയ്ക്കുക, 2 കാലം അടുത്ത് വയ്ക്കുക. എന്നിട്ട് 2 കാലം ഒന്നിച്ച് അകറ്റുക, അടുപ്പിക്കുക. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6 അങ്ങനെ 1 2 3 4 5 6. ഇതാണ് എക്സസൈസ്. ഇതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതേ പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ നേരത്തെ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് മാത്രം. ജസ്റ്റ് കാല് രണ്ടും ഒന്നിച്ച് അടുപ്പിക്കുക, അകറ്റി വയ്ക്കുക, അടുപ്പിച്ച് ചെയ്യിക്കുക. ഇതൊരു 45 സെക്കൻഡ്സ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുക. എഴുന്നേറ്റ് നിന്നതിന് ശേഷം നമ്മൾ കാലിൻ്റെ മുട്ട് കൊണ്ട് കൈയിൻ്റെ മുട്ട് തൊടാൻ ട്രൈ ചെയ്യുക. അത് ഓപ്പോസിറ്റ് കൈയിൻ്റെ മുട്ടും കാലിൻ്റെ മുട്ടാണ്. ഇതൊരു 45 സെക്കൻഡ്സ് ഇതും ചെയ്യുക. ഇത് 45 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം 30 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഈ പറഞ്ഞ എക്സസൈസുകളെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സെറ്റ് ആവും. അങ്ങനെ വീണ്ടും ഇതെല്ലാം 4 സെറ്റ് ചെയ്യുക. അതാണ് നമ്മളുടെ ഇന്നത്തെ വർക്കൗട്ട്. ഓക്കെ, സീ യു നെക്സ്റ്റ് ഡേ.